മഹാപുരോഹിതൻ്റെ പ്രാർത്ഥന പാർട്ട് 2, ദ പ്രെയർ ഓഫ് ദി ഹൈ പ്രീസ്റ്റ് പാർട്ട് 2. കഴിഞ്ഞ ദിവസം യേശുക്രിസ്തു തന്നെത്താനെ പ്രാർത്ഥിച്ചിട്ട് നിത്യജീവൻ എന്താണെന്നുള്ളതാണ് 1 തൊട്ട് 17-ൻ്റെ 1 തൊട്ട് 4 വരെയുള്ള വാക്യമാണ് ഞാൻ വായിച്ചത്. അത് കഴിഞ്ഞ ഉടനെ തന്നെ കർത്താവ് ശിഷ്യന്മാർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാർക്ക് വേണ്ടി, തന്നെ ഏൽപ്പിച്ചവർക്ക് വേണ്ടി ദൈവം കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഭാഗം, ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. 4 തൊട്ട്, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. അവിടെ വെച്ച് നമ്മൾ നിർത്തിയത്. 5, ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിൻ്റെ അടുക്കലുണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിൻ്റെ അടുക്കൽ മഹത്വപ്പെടും. കർത്താവ് പറയുകയാണ്, ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പേ ഞാനും പിതാവ് ഒന്നാണ്. എനിക്ക് പിതാവിലൊരു മഹത്വമുണ്ട്. സർവ്വസൃഷ്ടിയുടെ ഉടമസ്ഥനായ ദൈവത്തിലുള്ള മഹത്വം അപ്പച്ചനുള്ളതിൻ്റെ എന്നിലുള്ളതിനെ വെളിപ്പെടുത്തിക്കുക. അപ്പം ദൈവം സ്വന്തം പുത്രനെ അയച്ചിട്ട് പുത്രൻ പിതാവിൽ നിന്ന് വന്നതെന്ന് അറിയിക്കേണ്ട ചുമതല പിതാവിനും പുത്രനുമുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന അയക്കുന്നുണ്ട്. ലോകം ഉണ്ടാകുന്നതിന് മുൻപേ, കാലം അങ്ങ് പുറകോട്ട് പോയി, ലോകമുണ്ടാകുന്നതിന് മുൻപേ എനിക്ക് നിൻ്റെ അടുക്കലുണ്ടായിരുന്ന മഹത്വത്തിൽ നിന്നെ അടുക്കൽ, ദൈവമേ, നിൻ്റെ ആ ഗ്ലോറി, അതല്ലേ മഹത്വം, അത് എന്നിൽ കൂടെ മഹത്വപ്പെടാൻ. അത് തന്നെയാണ് ഒരു വിശ്വാസം ചെയ്യുന്നത്. കർത്താവിന് വേണ്ടി നിന്ന് കഴിയുമ്പം, കർത്താവിൻ്റെ വചനം എടുക്കുമ്പം, നമ്മുടെ മിടുക്കല്ല ഈ പറയുന്നത്, കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ച്, അതായത് അവൻ്റെ മുഖതേജസ്സിനെക്കുറിച്ച്, അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, അവൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച്, അവൻ്റെ ശക്തിയെക്കുറിച്ച് അവൻ ആരെയെന്ന് വിളിച്ചു പറയുകയാണ് നമ്മുടെ ചുമതല. അതിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ പറയണമായിരുന്നു. ഏദൻ തോട്ടത്തിലായിരുന്നപ്പോൾ എന്നും ദൈവവും മനുഷ്യനുമായിട്ട് മീറ്റ് ചെയ്യുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നില്ല. എന്നാലും എല്ലാ ദിവസവും ദൈവവും അത് കാണുമായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പം പ്രാർത്ഥന ആവശ്യമുണ്ട്. 6-ാം വാക്യം, നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിൻ്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. കണ്ടോ, ഈ എല്ലാവരെയും തിരഞ്ഞെടുക്കുന്നില്ല. പിതാവാം ദൈവം ചിലരെ തിരഞ്ഞെടുത്തവരെ യേശുവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. യേശുക്രിസ്തു എല്ലായിടത്തും പോയപ്പോഴും എല്ലാവരും ശിഷ്യന്മാരായിട്ട് എടുത്തില്ല. അന്ന് എപ്പം കർത്താവ് ശിഷ്യന്മാരെ എടുക്കുന്നോ അന്ന് നമ്മൾ അതിന് മുമ്പായിട്ട് വായിക്കുന്നുണ്ട്, യേശു രാത്രി മുഴുവനും പിതാവിൻ്റെ അടുക്കൽ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. അപ്പോൾ ഈ പ്രാർത്ഥിക്കുമ്പം പിതാവ് കാണിക്കുന്നവരെ മാത്രമേ പിറ്റേ ദിവസം എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നഥാനിയേലിന് ഞാൻ നിന്നെ അത്തിയുടെ വൃക്ഷത്തിൽ ഇരിക്കുന്നത് കണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ടാലോ, പ്രാർത്ഥിച്ചപ്പം പിതാവ് വെളിപ്പെടുത്തി കൊടുത്തതാണ്. അപ്പോൾ പിതാവ് എല്ലാം വെളിപ്പെടും. നമ്മൾ അതുപോലെ തന്നെ യേശുക്രിസ്തുവിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കാൻ തുടങ്ങിയാൽ ഒരു കാര്യം ആക്സിഡൻ്റായിട്ട് ഉണ്ടാകത്തില്ല. ഇത് വെൽ പ്ലാൻഡ്, പ്രീ പ്ലാൻഡ്, സ്ട്രക്ചേർഡാണ്. കറക്റ്റല്ലേ? ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു റോക്കറ്റ് ചന്ദ്രനിലോട്ട് അയക്കുക, അത് നമ്മൾ പകുതിക്ക് എന്നിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? ഇല്ല. അത് പോയി അവിടെ ചെന്ന് ജോലി ചെയ്ത് അതിൻ്റെ പ്രവൃത്തികളെല്ലാം തിരിച്ചു വരുന്നിടം വരെ അത് കമ്പ്യൂട്ടറിൽ എല്ലാം പ്രിസൈസായിട്ട് ചെയ്തിട്ടാണ് ഇവിടുന്ന് അയക്കുന്നതെന്ന് നമുക്കിപ്പോൾ അറിയാം. അങ്ങനെയെങ്കിൽ എന്നെയും നിങ്ങളെയും ഭൂമിയിലോട്ട് വിട്ട ദൈവം നമ്മളെക്കുറിച്ച് പ്രിസൈസായിട്ട് എന്ത് കാര്യം എപ്പം ചെയ്യും, ഏതൊക്കെ കാര്യങ്ങൾ അവൾ ജീവിതത്തിൽ ചെയ്ത് തീർക്കും. ചിലത് ശരിയാകും, ചിലത് മണ്ടത്തരം. സാരമില്ല, മണ്ടത്തരം എല്ലാം നന്നാക്കാൻ എനിക്കറിയാം. അവസാനം അവൾ എനിക്ക് വേണ്ടി തന്നെ നിൽക്കും എന്നുള്ള ഉറപ്പോടുകൂടിയാണ് നമ്മളെ വിട്ടത്. പിന്നെ എന്തിനാണ് ഈ വാലിയിൽ കൂടെ അല്ലെങ്കിൽ ഈ കഷ്ടത്തിൽ കൂടെ പോകുന്നത്? ചില സ്വഭാവങ്ങൾ മൂർച്ചയേറിയത് മാറണമെങ്കിൽ ഈ ഒഴുക്കിനകത്ത് പെട്ടിട്ട് നല്ല കൂർത്ത പാറകളില്ലേ, അത് ഒഴുകി വരുമ്പോഴത്തേക്ക് നല്ല മനുഷ്യമായി മാറും. ഈ ഒമാനിലൊക്കെ പോയിട്ടുള്ളൂ, സുൽത്താനൊറ്റൊമേൻ ഒമാനിൽ ചെല്ലാമെങ്കിൽ അവിടെ മിക്ക റോഡിൻ്റെ സൈഡുകളിൽ കല്ലുകൾ ഇങ്ങനെ ഉരുണ്ട് കിടക്കുന്നതാണ്. ഐ വാസ് സർപ്രൈസ്. നമ്മുടെ ഇവിടെ എല്ലാം കല്ലുകളെല്ലാം കൂർത്തായിട്ട് കിടക്കുമ്പോൾ ഞാൻ അവിടെ എൻ്റെ സിസ്റ്ററിനെല്ലാം ഉണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ ഞാൻ ഇതെന്ത് ഈ കല്ലുകളെല്ലാം ഇങ്ങനെ? അത് നല്ല ഒഴുക്കുള്ള ഒരു സ്ഥലമായിരുന്നു അവിടെ, ഇപ്പോഴില്ല കേട്ടോ. അപ്പോൾ അവിടെ കല്ലുകൾ മേളിൽ നിന്ന് ഉരുണ്ട് വന്ന് അത് മുഴുവനും വട്ടം ഷേപ്പിലായിട്ട്, ഇവിടെ നമുക്ക് വട്ടത്തിലാക്കി ഇപ്പം വാങ്ങിക്കാൻ കിട്ടും, അത് മെഷീനിൽ ചെയ്യുന്ന. പക്ഷേ ഇത് കല്ല് ഉരുണ്ട് വരുമ്പം അതിൻ്റെ ഷാർപ്പ്നെസ് മാറിയിട്ട് വട്ടമായിട്ട് അല്ലെങ്കിൽ നല്ല മിനുസമുള്ളതായി മാറും. അതുകൊണ്ടാണ് നമുക്ക് കഷ്ടം ദൈവം തരുന്നതല്ല, ദൈവം നമ്മളെ ഉപദ്രവിക്കാനല്ല. തിന്മയ്ക്കായിട്ടൊന്നും എൻ്റെ താതൻ ചെയ്യത്തില്ല, അവനെ അറിയാതെ ഒന്നും എൻ്റെ കുടുംബത്തിൽ വരത്തില്ല പറഞ്ഞുകൊണ്ടിരിക്കെ
അപ്പം ദൈവം തമ്പുരാൻ, പുത്രൻ തമ്പുരാൻ പ്രാർത്ഥിക്കുകയാണ്, നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിൻ്റെ നാമം വെളിപ്പെടുത്തി, അവർ നിനക്കുള്ളവർ ആയിരുന്നു. പാസ്റ്റ് ടെൻസാണ്. ഞാൻ അവരെ നിനക്ക് തരുന്നെന്നല്ല, ദൈവം തീരുമാനിച്ച കാര്യങ്ങൾ. അവർ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എനിക്ക് തന്നു, അവർ നിൻ്റെ വചനം പ്രമാണിച്ചും ഇരിക്കുന്നു. അതുകൊണ്ട് ഇത് ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ളതെന്ന് പറയാം. അതായത് കർത്താവിൻ്റെ ജീവിതകാലത്തിൽ 12 ശിഷ്യന്മാരെ ആദ്യം തിരഞ്ഞെടുക്കുന്നു, പിന്നെ 70 പേരെ തിരഞ്ഞെടുക്കുന്നു, പിന്നെ നാനാജാതിയിൽ നിന്നുള്ളവരെ തിരഞ്ഞെടുക്കാൻ ദൈവം വാഗ്ദത്തം കൊടുക്കുക, അല്ലെ പ്രോമിസ് കൊടുക്കുകയാണ്. അപ്പം കർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് ഈ ശിഷ്യന്മാരായിട്ട് നടന്നവരെ, അവൻ്റെ കൂടെ നടന്നവരെയും ദൈവം വ്യക്തമായിട്ടും തൻ്റെ സത്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിച്ചിരുന്നു. അത് അവർ മറന്നെങ്കിലും പരിശുദ്ധാത്മ വന്നപ്പോൾ എല്ലാം തിരികെ കൊണ്ടുപോയി ഓർപ്പിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഈ ഗോസ്പലൊക്കെ എഴുതാൻ സാധിക്കുന്നതും. ഓരോന്നിലും പരിശുദ്ധാത്മാവിൻ്റെ ബ്രത്ത് വന്നിട്ടാണല്ലോ, ദൈവത്തിൻ്റെ ബ്രത്തിലാണല്ലോ ഇത് എഴുതുന്നത്. അപ്പോൾ അവർ കർത്താവ് പറയുന്നു, അവർ നിനക്കുള്ളവർ ആയിരുന്നു, നീ അവരെ എനിക്ക് തന്നു, അവർ നിൻ്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു, നീ എനിക്ക് തന്നത് എല്ലാം നിൻ്റെ പക്കൽ നിന്നും ആകുന്നു എന്ന് അവർ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവർ അത് കൈക്കൊണ്ടു. ഞാൻ നിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ടും അറിഞ്ഞും നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചുമിരിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടി അല്ല. കണ്ടോ, ലോകത്തിന് വേണ്ടി അല്ല ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ദൈവം തെരഞ്ഞെടുത്ത, അതായത് പിതാവ് തെരഞ്ഞെടുത്ത വ്യക്തികളെ പിതാവ് തന്നെ പുത്രൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് അവരെ ശിഷ്യന്മാരും തൻ്റെ ഫോളോവേഴ്സും ആക്കിയിട്ട് സത്യങ്ങൾ അവരെ മനസ്സിലാക്കിച്ചു എന്ന് പുത്രൻ പിതാവിനോട് പറയുകയാണ് പ്രാർത്ഥനയിൽ. ആ കൂട്ടത്തിൽ നമ്മളും ഉണ്ടോ? ദൈവത്തിൻ്റെ ശിഷ്യന്മാരായിട്ട് അന്ന് നമ്മളെ കണ്ടിരുന്നു. ഇന്ന് വേദപുസ്തകം എഴുതിയാൽ അതിൽ നമ്മുടെ പേര് വരുമോ? അത് ഈ കോഡിംഗ് ഉണ്ട്, അതായത് ബൈബിൾ കോഡിംഗ് എന്ന് പറഞ്ഞ് അതിങ്ങനെ പഠിക്കുന്നുണ്ട്. പലരും വായിച്ച് കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടും പറഞ്ഞും കേട്ടിട്ടുണ്ട്. ഇതിനകത്തെല്ലാം നമ്മുടെ പേര്, നമ്മുടെ ഭർത്താവിൻ്റെ പേര്, മക്കളുടെ പേരൊക്കെ ഇതിനകത്തുണ്ടെന്ന് കാണണം. കാരണം ഇത് ജീവൻ്റെ പുസ്തകമല്ലേ, ഇതിനകത്തില്ലാത്തതൊന്നുമില്ല. പക്ഷെ അതുപോലെ ദൈവത്തിൻ്റെ അടുക്കൽ ഇരുന്ന് ഇത് ബന്ധപ്പെട്ട് പഠിക്കാമെങ്കിൽ ഈ സത്യങ്ങളെല്ലാം കർത്താവ് ഓരോന്നായിട്ട് വെളിപ്പെടുത്തി തരും. ദൈവം തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ശിഷ്യന്മാർക്ക് വേണ്ടി അന്ന് പ്രാർത്ഥിച്ചതിനാൽ അവർ വഴിതെറ്റിപ്പോയില്ല. ആദ്യ ദൈവത്തെ അവർ നിരസിച്ച് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. പത്രോസ് നിരസിക്കുന്നുണ്ട്, ശിഷ്യന്മാരെല്ലാം ചിതറിപ്പോകുന്നുണ്ട്. കർത്താവ് പറയുന്നുണ്ട് ഇത് സംഭവിക്കുന്നു, അത് ലോകപ്രകാരം. പക്ഷേ അവരുടെ ആത്മാവിന് വേണ്ടിയും അവരുടെ ജീവന് വേണ്ടി യേശു ക്രിസ്തു പ്രാർത്ഥിച്ചതിനാൽ പെന്തക്കോസ്ത് ആയപ്പോഴത്തേക്ക് അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ വന്നു. പിന്നെ നമ്മൾ കാണുന്ന ഈ 12 ശിഷ്യന്മാരും 12 സ്ഥലത്തേക്ക് പോവുകയാണ് ലോകത്തിൻ്റെ. അങ്ങനെ തോമാസ് ശ്ലീഹ ഇവിടെ വന്നു, കേരളത്തിൽ വന്നു, തമിഴ്നാട്ടിൽ വന്നു. തമിഴ്നാട്ടിൽ വെച്ചാണ് അദ്ദേഹത്തിനെ കൊല്ലുന്നത്. പക്ഷേ കേരളത്തിൽ വന്ന് അനേക വിശ്വാസികളെ ഉണ്ടാക്കിയെടുക്കാൻ ദൈവം ഉപയോഗിച്ച ഒരു ശിഷ്യനാണ്. അപ്പോൾ കർത്താവ് അന്ന് പ്രാർത്ഥിച്ചത് കൊണ്ട് ഇന്ന് നമ്മൾ സത്യത്തെ അറിയാനിടയായി. അന്ന് തൻ്റെ ശിഷ്യന്മാരെ അയച്ചതുകൊണ്ട് ഇന്ന് സത്യത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ നടക്കുന്നു. അപ്പം ഇറ്റേണൽ ലൈഫ് എന്ന് പറയുന്ന നിത്യമായ ജീവൻ, ഉറപ്പുള്ളതായ ജീവൻ നമ്മുടെ ഹൃദയത്തിലുണ്ടോ? ആത്മാവാണ്. പലപ്പോഴും ഞാൻ വചനം എടുക്കുമ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്നവരോട് ഞാൻ ചോദിക്കാറുണ്ട്, ക്രിസ്തുവിൻ്റെ കൂടെയുള്ള ജീവിതം ഒരു എക്സൈറ്റ്മെൻ്റ് ആണോ എന്ന്. അതായത് അതൊരു സന്തോഷമുള്ളതാണ്. അത് ചോദിക്കണം ദിനം പ്രതി. അല്ലെ ഈ പിശാച് നമ്മൾ എന്നും ചെറിയ കാര്യം പറഞ്ഞ് എന്നും അങ്ങ് ദുരിതവും കഷ്ടവും തീർന്നിട്ട് ഒരു പ്രാർത്ഥനക്കൂട്ടവും നടക്കുന്നില്ല. പക്ഷെ നമ്മൾ കർത്താവിനോട് ചോദിക്കണം, ഇന്ന് നിൻ്റെ അടുക്കലിരിക്കുമ്പോൾ എക്സൈറ്റ്മെൻറ്റ്, എനിക്കൊരു സന്തോഷം, ഇന്നൊരു പ്രത്യേകമായൊരനുഭവം, നിൻ്റെ സാന്നിധ്യം, അങ്ങനെ ഒന്ന് ചോദിച്ച് നോക്കിയാൽ ദിനം പ്രതി ദൈവം അത് ചെയ്യും. അതൊരു പ്രത്യേകതയാണ്. എനിക്കത് അനുഭവമുള്ള വ്യക്തിയാണ്. ഓരോ കാര്യങ്ങൾ ഞാൻ ഇവിടെ നിന്ന് ചുമ്മാതെ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില കാര്യം പറയാം, അത് വേണം, ഇപ്പോൾ വേണമെന്ന് പറയാൻ പേടിയാണ്. കാരണം പറയുന്നതിന് മുമ്പ് അതിവിടെ വരും. എന്നെ സംബന്ധിച്ച്, എൻ്റെ മക്കളുടെയോ ഭർത്താവിൻ്റെ കാര്യമല്ല ഞാനിപ്പോൾ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചാൽ അതിവിടെ വരും. അതുകൊണ്ട് ഇപ്പോൾ ആഗ്രഹിക്കത്തില്ല. കാരണം ആവശ്യമില്ലാത്ത കാര്യമൊക്കെ ഇവിടെ കൊന്നിട്ട് ഞാൻ എന്തെടുക്കാൻ? ഇതുകൊണ്ട് പല കാര്യങ്ങളും വേണ്ടാത്ത ചിന്ത, പക്ഷെ വേണ്ടുന്നത് ചിന്തിക്കുമ്പം അത് നമ്മുടെ ഭവനത്തിൽ കൊണ്ടുവരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കാര്യം നമ്മൾ വാങ്ങിക്കുന്ന ആ കടയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും അത് കണ്ടുപിടിക്കും, അവിടെ കാറ് നിർത്തും. ഇതൊക്കെ നമ്മൾ
ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കും. നോ, എല്ലാവർക്കും സംഭവിക്കുന്നതല്ല. ദീസ് ആർ എക്സൈറ്റ്മെൻറ്റ്. അതായത് സ്നേഹിക്കുന്ന ഒരപ്പൻ തൻ്റെ മക്കൾക്ക് വേണ്ടി, അവൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണെന്നിരിക്കട്ടെ, പലതരത്തിലുള്ള ഐസ്ക്രീം ഉണ്ട്. പക്ഷേ അവളുടെ അപ്പൻ അറിയാം ഇവൾക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം ഏതാണെന്ന്. എല്ലാ ഐസ്ക്രീം കട ഉണ്ടെങ്കിലും അപ്പൻ കൊണ്ട് അവൾക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം കടയുടെ മുമ്പിൽ കൊണ്ടു നിർത്തും. അത് ആക്സിഡൻ്റ് ആണോ? അല്ല. ദാറ്റ് ഈസ് പർപ്പസ്ഫുള്ളി ഡൺ. അങ്ങനെ സ്നേഹിക്കുന്ന ഒരു ദൈവം. അതൊരു ചെറിയ എക്സാമ്പിൾ. ഇതുപോലെ ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ കാര്യങ്ങൾ കൂടെ നിന്ന് കൈക്ക് പിടിച്ച് നടത്തുന്ന ഒരു ദൈവം. നമ്മൾ പള്ളിയിലോട്ടാണ് പോകുന്നത്, ശരിയാ, പള്ളിയിൽ ഇപ്പം പ്രാർത്ഥിക്കാനല്ലേ പോകുന്നത്, അതിനകത്ത് പക്ഷെ പള്ളിയിൽ പോകുന്നതിന് മുമ്പേ കർത്താവിനോട് പറഞ്ഞു എൻ്റെ കൈക്ക് പിടിച്ച് കൊണ്ടുപോകണേന്ന്. അല്ല, ഞാൻ നിൻ്റെ കൈക്ക് പിടിച്ചോളാം എന്ന് പറഞ്ഞു നോക്കിക്കേ, എന്ന് പറഞ്ഞു നോക്കിക്കേ. ഞാൻ ഈ കൂട്ടത്തിൽ എൻ്റെ പിള്ളേരെ കൂടെ കൊണ്ടുവന്നു, അവരെ ഇപ്പം വരുന്നത്, ഞാൻ അവരെ കൂടെ കൊണ്ടുവരിക, പറഞ്ഞു നോക്കിക്കേ, പറഞ്ഞു നോക്ക്. ഇതൊക്കെ ദൂരെ ഇരിക്കുന്ന ഒരു ദൈവത്തോടല്ല സംസാരിക്കാൻ ഞാൻ പറയുന്നത്, അടുത്ത്. അത് ഈ ഭാര്യ ഭർത്താക്കന്മാർ ഒരു പ്രായം കഴിയുമ്പോഴത്തേക്ക്, ഇപ്പം ഞങ്ങളൊക്കെ കല്യാണം കഴിച്ചിട്ട് 50 വർഷമായി. 50 വർഷം നിർത്തിയ ദൈവത്തിന് കോടാനുകോടി സ്തോത്രം. 1. 2, എനിക്കറിയാം എൻ്റെ ഭർത്താവിന് എന്തൊക്കെയാണ് ഇഷ്ടമുള്ള കാര്യം, ഏതൊക്കെയാണ് ഇഷ്ടമില്ലാത്ത ഭക്ഷണം, എപ്പോഴാണ് കൊടുക്കേണ്ടത്, ഇതൊക്കെ എനിക്ക് ആരും എന്നോട് വീണ്ടും വീണ്ടും പറയണ്ട, ബിക്കോസ് ഐ നോ ഹിം. അതുപോലെ എൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന് എൻ്റെ ഹസ്ബൻഡിനറിയാം. അപ്പോൾ അവിടെ പിന്നെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല. പിന്നെ അവർ വലിയ തീരുമാനം എടുക്കുമ്പം ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ആയിരിക്കാം എടുക്കുന്നത്, എങ്കിൽ പോലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അനുകൂലമായ തീരുമാനങ്ങൾ എടുത്തു വരും. ഒരു പക്ഷേ അപ്പുറം ഇപ്പുറം ചേഞ്ച് ചെയ്യുന്നതായിരിക്കും, പക്ഷെ ഒരിക്കലും അത് വഴക്കിനായിട്ട് കലാശിക്കത്തില്ല. അതായത് ഞാൻ പറയുന്നത് 70 വർഷമായിട്ടുള്ളവർ, 55, 60, 50 വർഷം കല്യാണം കഴിച്ചവർ ഡിവോഴ്സ് ചെയ്യുന്നത് കാണാൻ പുറത്ത്. ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടെ. അവർക്ക് അന്നേരം ജീവിക്കാൻ വയ്യ ഭർത്താവിൻ്റെ കൂടെ. ഈ അടുത്തിടെ ഞാൻ അമേരിക്കയിൽ ഡിവോഴ്സ് ചെയ്യുന്നു. എന്താണ്, അവരുടെ വിവാഹം മാറിയാൽ അവർക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടുമെന്ന്. അല്പം ടാക്സ് ബെനിഫിറ്റിന് വേണ്ടി ഇവർ ഡിവോഴ്സ് ചെയ്യുന്നു. കഷ്ടമല്ലേ ലോകം പോകുന്ന പോക്ക്. നീതിയുള്ള ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് ഒന്നായിട്ട് അവസാനം വരെ നിൽക്കാമെന്ന് വിവാഹത്തിൻ്റെ ദിവസം ദൈവസന്നിധിയിൽ ഉടമ്പടി എടുത്ത നമ്മൾ അല്പം ടാക്സ് കിട്ടാൻ വേണ്ടി 70 വയസ്സായവർ ഡിവോഴ്സ് എടുക്കുന്നു. നീതീകരിക്കുകയാണ്, ദൈവസന്നിധിയിലല്ല. നിൻ്റെ മനസാക്ഷിയെ നീ ഉറക്കിയിട്ടേച്ച് ജീവിച്ചാൽ ഒരിക്കലും അതുകൊണ്ട് ഐശ്വര്യം ഉണ്ടാകത്തില്ല. മനസാക്ഷിക്ക് ചേരാത്ത ഒന്നും ചെയ്യരുത്. അല്പം കഷ്ടം സഹിച്ചാലും ഒന്നിച്ച് നിൽക്കാൻ തീരുമാനമെടുത്താൽ സ്വർഗം തുറന്ന് നമുക്കുള്ള ദൈവം തരും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, നീതിയും നടപ്പും വിശുദ്ധിയുമുള്ള ദൈവമേ, വാക്കു പറഞ്ഞാൽ വാക്ക് മാറാത്തവനെ, 17-ാം അധ്യായം യോഹന്നാൻ്റെ വായിക്കുമ്പോൾ അന്ന് അവിടുത്തെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് കാണുന്നു. അത് ഞങ്ങൾക്കും ഒരു ബലമാണ്. നിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ സ്വർഗമണ്ഡലം തുറന്ന് അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ദേഹത്തെ ഉപദ്രവിക്കുന്നവരെ പേടിക്കണ്ടെന്ന് നീ പറഞ്ഞു. പക്ഷെ ദേഹിയെ ഉപദ്രവിക്കുന്നവർ, അത് പരിശുദ്ധാത്മാവിൻ്റെ സംഗതിയാണ്. അതിനെതിരായിട്ട് വരുന്ന ശത്രുവിനെ ദൂരത്തുനിന്ന് കണ്ട് വെട്ടിമാറ്റി വേലി കെട്ടിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കണമേ. കഷ്ടം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ ഈ 17-ാം അധ്യായം നീ എന്ന് പ്രാർത്ഥിച്ചതാണല്ലോ, അതിനാൽ ആ കൂടാരത്തിനകത്ത് ഞാൻ വന്നിരിക്കുന്നു എന്ന് പറയാനുള്ള കൃപ തരണം കർത്താവേ. നിൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതുപോലെ നിൻ്റെ അനുയായികളായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തപ്പോൾ നീ ഞങ്ങൾക്ക് വേണ്ടി അന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇന്ന് ജീവനായി മാറിയിരിക്കുന്നു. നിത്യജീവനെ അന്ന് നീ കണ്ടത് അത് ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. സ്വർലോകത്തിലെയും ഭൂലോകത്തിലെയും അധോലോകത്തിലെയും ശക്തികൾ നിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുമെങ്കിൽ അല്പ ബെനഫിറ്റിന് വേണ്ടി ഡിവോഴ്സിനെടുക്കാനും അല്പ കാര്യസാധനത്തിന് വേണ്ടി ഓരോന്ന് പറഞ്ഞേച്ച് അതിന് വിപരീതമായിട്ട് ചെയ്യുവാനും ഞങ്ങളെ ആരെയും വിടരുത്. അപ്പച്ചൻ്റെ പരിപാലനയ്ക്കകത്ത് ചിറകിൻ്റെ ഉള്ളിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. വഴിതെറ്റിപ്പോകാൻ ഒരു നിമിഷം മതി കർത്താവേ, എന്നാൽ വേലി ഉറപ്പിച്ച് കെട്ടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഴിതെറ്റിപ്പോയിരിക്കുന്നവരെ തിരിച്ചു കൊണ്ടുവരണമേ എന്നും പ്രാർത്ഥിക്കുന്നു. സുബോധത്തിൻ്റെ ആത്മാവിട്ട് തന്നാട്ട് യഹോവയുടെ ആത്മാവിനെ
ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആലോചനയുടെയും ബലത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും പരിജ്ഞാനത്തിൻ്റെ ആത്മാവിനിട്ട് തന്നാട്ട്. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ ആമേൻ.